തലവർ ചിത്രം എന്നാലേ ആരാധകർക്കും സിനിമാ പ്രേമികൾക്കുമെല്ലാം ഒരു ഉത്സവ പ്രതീതിയാണ്. അതേ തലവർ ചിത്രം ഒരു ഉത്സവത്തിന് ഇറങ്ങുകയാണെങ്കിലോ അതാണ് പേട്ട. 20 பேர் அனுப்பி வச்சேன், எல்லாரையும் அடிச்சு துவச்சிட்டான். யாராவே பேர் காளி, வேற எந்த டீட்டெயிலும் தெரியல. ஒருத்தன் உட்காந்துருக்கு தினசு வச்சே சொல்லுவேன், ரத்தம் பத்த பயில இல்லையான்னு. இவனை பார்த்தா சாதாரணமா தெரியல. ஒருத்தனே யாரோ ஹாஸ்டல் வாடுனா മരണ കാട്ട് കാട്ടാനേ. പേട്ട എന്ന വാക്കിനർത്ഥം തന്നെ ആഘോഷം എന്നതാണ്. പടയപ്പയിൽ മീനാക്ഷി പറയുന്നത് പോലെ എത്ര വയസ്സായാലും നിന്റെ സ്റ്റൈലിൽ ഒരു കുറവുമില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് പേട്ടയിൽ രജനികാന്ത്. തമിഴകത്തിന്റെ പ്രോമിസിംഗ് ഡയറക്ടറായ കാർത്തിക് സുബ്രാജിന്റെ കൂടെ രജനികാന്ത് ഒന്നിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ തമിഴകത്തിന് ഒരു ആഘോഷമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ മുമ്പുള്ള 4 ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ മേക്കിംഗ് കൊണ്ടും സ്ക്രിപ്റ്റിന്റെ അവതരണം കൊണ്ടുമൊക്കെ തമിഴിൽ ശ്രദ്ധേയ ചിത്രങ്ങളായിരുന്നു. ചിത്രത്തിന്റെ കഥയെപ്പറ്റി കൂടുതലായി ഒന്നും പറയുന്നില്ല. കാരണം ചിത്രത്തിന്റെ കഥയെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അത് ഒരു സ്പോയിലറായി വഹിക്കാനേ ചാൻസ് ഉള്ളൂ. കാർത്തിക് സുബ്രാജ് എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ തലവർ രജനികാന്തിനെ കൂടാതെ നവാസുദ്ദീൻ സിദ്ദിഖി, വിജയ് സേതുപതി, സിമ്രാൻ, തൃഷ, ശശികുമാർ, ബോബി സിംഹ എന്നിവരും പ്രധാന കഥാപാത്രത്തിലെത്തുന്നു. ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫി കൈകാര്യം ചെയ്തിരിക്കുന്നത് S. തിരുവാണ്. കാർത്തിക് സുബ്രാജ് ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു കടുത്ത തലവർ ആരാധകനാണ്. അതുകൊണ്ട് തന്നെ തലവരെ ഏതൊക്കെ ആംഗിളിൽ പ്രസന്റ് ചെയ്താൽ മാസ് ആയിരിക്കും, ഏത് ആംഗിളിൽ പ്രസന്റ് ചെയ്താൽ ക്ലാസ് ആയിരിക്കും എന്നൊക്കെ പഠിച്ച് ചെയ്തൊരു ചിത്രമാണ് പേട്ട. അതിന്റെ ഗുണം ചിത്രത്തിൽ കാണാനും. சிறப்பான தரமான சம்பவங்களை இனிமேதான் பார்க்க போறேன். இன்னைக்கு சாவுனிச்சிட்டு சத்தியமா சொல்றேன், அடிச்சு 100 பேரோட ஓட விட்டுடுவேன். மானம் போல திருப்பி வராது பார்த்து. ഇനി ചിത്രത്തിന്റെ പോസിറ്റീവ്സിലേക്ക് വരാം. ചിത്രത്തിന്റെ ആദ്യത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരു സാധാ ക്ലീഷേ സ്റ്റോറിയെ കാർത്തിക് സുബ്രാജ് അവതരിപ്പിച്ച രീതിയാണ്. അടുത്ത പോസിറ്റീവ് അനിരുദ്ധിന്റെ PG. തിയേറ്ററിൽ ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് രോമാഞ്ചിഫിക്കേഷൻ വരുന്നതിൽ മെയിൻ പങ്കുവഹിച്ചത് അനിരുദ്ധ് തന്നെയാണ്. നവാസുദ്ദീൻ സിദ്ദിഖ്, വിജയ് സേതുപതി എന്നിവരുടെ റോൾ എടുത്തു പറയുന്നത്. കാരണം സംവിധായകൻ കാർത്തിക് സുബ്രാജ് അവർക്ക് നൽകിയ സ്പേസിൽ അവർ അവരുടെ റോൾ മികവുറ്റതാക്കിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ പോസിറ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഈ കഥയുടെയും ഈ സിനിമയുടെയും മെയിൻ പോസിറ്റീവ് കാലി എന്ന മെയിൻ കഥാപാത്രവും ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച നമ്മുടെ തലവറുമാണ്. അദ്ദേഹത്തിന്റെ ഈ പ്രായത്തിലുമുള്ള ആ കരിസ്മ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാലങ്ങളായി അദ്ദേഹത്തിന്റെ ഫാൻസും എല്ലാ ആരാധകരും ഒക്കെ കാത്തിരിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് കാലി. பார்க்கத்தானே போற இந்த காளியோட ஆட்டத்தை. டேய் போட்றா. பார்க்கிறதுக்கு சின்ன பையன் மாதிரி ஸ்டைலா இருக்கீங்க. ஸ்டைலா இருக்கேனா? நேச்சுரலி. காதலுக்கு கண்ணு இல்லனே. உங்களுக்கு கம்ஃபர்ட்டபிளா இல்லனா நீங்க கண்ண மூடிக்கலாம். ஐயோ இது நல்லா இருக்கு. ഇനി ചിത്രത്തിന്റെ നെഗറ്റീവ്സിലേക്ക് വരാം. ആദ്യത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് ചിത്രത്തിലെ ഫീമെയിൽ ക്യാരക്ടേഴ്സിന് കൊടുത്ത സ്പേസ് അല്ലെങ്കിൽ അവർക്ക് പെർഫോം ചെയ്യാൻ ഒരു അവസരവും സംവിധായകൻ നൽകിയിട്ടില്ല എന്ന് തന്നെയാണ്. സെക്കൻഡ് ഹാഫിന്റെ ലെങ്ത് അല്പം കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. എന്നിരുന്നാലും കാർത്തിക് സുബ്രാജ് അധികം മുഷിപ്പില്ലാതെ നമ്മളെ കാണിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അടുത്തൊരു നെഗറ്റീവ് അല്ലെങ്കിൽ പോരായ്മയായി തോന്നിയത് ഇത്രയും ബിഗ് ബജറ്റിലും ഹൈപ്പിലും ഒക്കെ വരുന്ന ഒരു ചിത്രമായതിനാൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ ഒരല്പം നിലവാരം കൂടുതൽ പുലർത്താമായിരുന്നു എന്ന് തോന്നൽ അല്ലെങ്കിൽ ചിന്ത ഞാൻ ബാക്കി വയ്ക്കുന്നു. எவனுக்காவது பொண்டாட்டி குழந்தை குட்டின்னு சென்டிமெண்ட் கிண்டிமெண்ட் இருந்தா அப்படியே ஓடி போயிடு. கொலை காட்ல இருக்க அவனை கொல்லாம விட மாட்டேன். இப்போ என்ன பண்ண போறோம்? ஸ்வீட் சாப்பிட போறோம். ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്
നിങ്ങൾ ഒരു തലൈവർ വെറിയനാണെങ്കിൽ അല്ലെങ്കിൽ തലൈവരുടെ ഒരു കട്ട ആരാധകനാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി പേട്ടയ്ക്ക് ടിക്കറ്റ് എടുക്കാം. നിങ്ങളുടെ ആരാധകനെ ഉള്ളിൽ ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കുക, അത് മാത്രമേ പേട്ട ചെയ്യുകയുള്ളൂ. താങ്ക് യു കാർത്തിക് സുരാജ് ഫോർ യുവർ വണ്ടർഫുൾ വർക്ക്, ഫോർ വണ്ടർഫുള്ളി പ്രസന്റിംഗ് തലൈവർ.